അടുത്ത നമ്മുടെ സ്വന്തം ജോണി ആൻ്റണി സാറ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സാറിനോട് ചോദിക്കാം ഈ പടത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും. സാറ് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം സാറിനോട് ചോദിക്കാം ഭയ്യ ഭയ്യയുടെ അടുത്ത വിശേഷങ്ങൾ. ഹായ് സാർ, ഒരുപാട് സന്തോഷം മുഖത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എന്താണ് ഭയ്യ ഭയ്യ? ഭയ്യ ഭയ്യ ശരിക്കും പറഞ്ഞാൽ ഈ ഭയ്യ ഭയ്യ ഹിന്ദിക്കാരൊക്കെ വിളിക്കുന്ന പേരല്ലേ ഭയ്യ? അതെ അതെ. പക്ഷെ മലയാളികൾക്കും ഭയ്യ എന്ന് പറഞ്ഞാൽ വളരെ സുപരിചിതമായ ഒരു അവർക്കെല്ലാം അറിയാം. നമ്മൾ ഭയ്യ ഭയ്യ ഉദ്ദേശിക്കുന്നത് ഒരു ഓണക്കാല ചിത്രമാണ്. ഓണക്കാലത്ത് ഏറ്റവും അധികം കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു സീസണാണ്, ഒരു ഫെസ്റ്റിവലാണ്. അപ്പം അവർക്ക് രസിക്കുന്ന, അവർക്കിഷ്ടം തോന്നുന്ന എല്ലാ ഘടകങ്ങളും ഓർത്തിണക്കി കുടുംബ പ്രേക്ഷകരെ ചിരിപ്പിച്ചു വിടുന്ന ഒരു ചിത്രം. അതാണ് ഭയ്യ ഭയ്യ എന്ന സിനിമയോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് 100% ശരിയാവുകയും ചെയ്തു. കാരണം സാറിൻ്റെ എല്ലാ പടങ്ങളും നോക്കിയാലും ഈ കോമഡി ഭയങ്കരമായിട്ട് സാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കോമഡിയിലേക്ക് എത്തുന്നത്? സാറിന് ഒരു സീരിയസ് സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഒരു അവാർഡ് പടം ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാം തമാശ പടങ്ങളിലെ ആൾക്കാരായിരുന്നു, എൻ്റെ ഗുരുക്കന്മാരെല്ലാം. പിന്നീട് ഞാൻ ഡയറക്ടർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അസോസിയേറ്റായി വർക്ക് ചെയ്ത ഉദയവരം സുൽത്താനായാലും കുഞ്ഞിക്കൂറിനായാലും പറക്കന്തളിയായാലും ഇതിലെല്ലാം കോമഡി ആയിരുന്നു കൂടുതലും. അതിൻ്റെ തുടർച്ചയോടുകൂടി അതിൻ്റെ അടുത്തൊരു സിനിമ എന്നുള്ള ഇതിലാണ് സി ഡി മൂസ. അപ്പോൾ ഈ സിനിമയുടെയൊക്കെ ഒരു തന്നിട്ടുള്ള അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അപ്പം തമാശയോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാനെന്ന് പറഞ്ഞ പ്രേക്ഷകൻ തന്നെയാണ് എൻ്റെ സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം വളരെ രസകരമായി തിയേറ്ററിലിരുന്ന് ചിരിച്ച് പോകുന്ന സിനിമയാണ്. അങ്ങനത്തെ ഒരു സാധാരണക്കാരനായ ഒരു പ്രേക്ഷകനാണ് ഞാൻ. അപ്പം അത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ പ്രേക്ഷകർക്കിടെ ഒരു മാറ്റം, ഓരോ കാലത്ത് ഓരോ പ്രേക്ഷകർക്ക് ഓരോ ചിന്താഗതിക്കാരാണ്, ഓരോ തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നതാണ്. ആ മാറ്റം കണ്ടറിഞ്ഞിട്ട് തന്നെയാണോ സാർ ഇങ്ങനെ ഓരോ പ്രോജക്റ്റുകളും ചെയ്യാറ്? മാറ്റങ്ങൾ പ്രേക്ഷകർക്കുണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ തമാശയായാലും സീരിയസ് ആയാലും അവർക്ക് രസിക്കുന്ന രീതിയിലുള്ള മുഹൂർത്തങ്ങളും കഥാവളർച്ചയും സിറ്റുവേഷൻസും അത് മനോഹരമായി എടുക്കാനും കൂടെ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരു സബ്ജക്റ്റും ഇവിടെ വിജയിക്കും. അപ്പോൾ ഇവിടെ വിജയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും തമാശ ചിത്രങ്ങളും ആകണമെന്നില്ല, വിജയിച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും സീരിയസ് ചിത്രങ്ങളും ആകണമെന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു സാധ്യത കിടപ്പുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കപ്പെടുമ്പോൾ വിജയങ്ങളുണ്ടാകും. ഓക്കെ. ഈ ബിജു മേനോൻ കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ട്, ഇപ്പോൾ 2 പടങ്ങൾ ബിജു മേനോൻ കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ട് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് ഭയ്യ ഭയ്യ ക്യാരക്ടറിനൊരു വ്യത്യാസത വരുന്നത്? അതായത് വിജയങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുള്ള, നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ, ഏറ്റവും ഇഷ്ടമുള്ള, നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ നമ്മൾ കരുതുന്ന ഒരു കോമ്പിനേഷനാണ് കുഞ്ചാക്കോ ബോബൻ ബിജു മേനോനും. അപ്പോൾ അവർ ഇതിനു മുമ്പ് ഒരുപാട് വിജയ സിനിമകളിൽ അവർ ഒന്നിച്ചിട്ടുണ്ട്. ഒരു നിർബന്ധമേ നമുക്കുണ്ടായിരുന്നുള്ളൂ, മുൻ സിനിമകളിലെ പോലത്തെ കഥാപാത്രങ്ങളോ കഥാപശ്ചാത്തലമോ കഥയോ ആവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ ബെന്നി പി നായരമ്പലം എന്ന് പറയുന്ന എഴുത്തുകാരനും ഞാനും വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് തോന്നുന്നു ബെന്നി പി നായരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പടമാണ് സാറിൻ്റെ, അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ബെന്നി പി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ബഹുമാനിക്കുന്ന, പണ്ട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്ന ഒരു എഴുത്തുകാരനാണ്. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിക്കൂരൻ എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിക്കുമായിരുന്നു, ഭായി എനിക്ക് എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് തരണേ. പിന്നീട് ഞാൻ മൂസയിലൂടെയൊക്കെ സംവിധായകനായി പല റൈറ്റേഴ്സിൻ്റെ സിനിമകൾ ചെയ്തു. പക്ഷേ എൻ്റെ ചോദ്യം തുടർന്നുകൊണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും ഞാൻ ചോദിക്കും, എൻ്റെ സ്ക്രിപ്റ്റ് എന്തായി? അങ്ങനെ ചോദിച്ച് 12 കൊല്ലം കൊണ്ട് സ്ക്രിപ്റ്റാണ് ഭയ്യ ഭയ്യ. ഭയങ്കരമായിട്ട് ഒരു കോമഡി അല്ലേ? സത്യമായിട്ട്. കാരണം തിയേറ്ററിൽ നിന്ന് എല്ലാവരും ചിരിച്ച് മറിയാണ് കോമഡി കണ്ടിട്ട്. എനിക്ക് തോന്നിയൊരു കാര്യം, ബെന്നിബായിയുടെ സ്ഥിരം തിരക്കഥകളിൽ നിന്ന് ഒരു മാറ്റം, ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹം വളരെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങുന്ന രീതി മുതൽ അവസാനം ടൈലൻ്റ് വരെയുള്ള കാര്യങ്ങളിൽ വേറൊരു സ്റ്റൈല് കൊണ്ടുവരാൻ ബെന്നിബായി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ കാണുന്ന പ്രത്യേകതയും ആ സ്റ്റൈല് തന്നെയായിരിക്കും. ഓക്കെ. ഈ നായികനെ തപ്പി തമിഴ്നാട് വരെ പോയെന്ന്. ഇപ്പം നായികയായി നമ്മൾ നിഷ അഗർവാളും വിനുത ലാലും, ഇവർ 2 പേരാണ് നായികമാർ. അപ്പോൾ ഇവരിലേക്ക് എത്താൻ കാരണം, നമ്മൾ ഒരു പുതിയ പെൺകുട്ടിയെ കിട്ടിയാൽ നല്ലതായിരിക്കും എന്നൊരു ആലോചന ആദ്യം വരണ്ടായിരുന്നു. അങ്ങനെയാണ് നെറ്റിലൂടെയാണ് ശരിക്കും നിഷ അർവാളിൻ്റെ പടം കണ്ടത്. കാജൽ അർവാളിൻ്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു. ചില സാമ്യങ്ങളും ചില ഫീച്ചേഴ്സും ഒക്കെ കണ്ടാൽ ഒരു കാജൽ അർവാളിനെ അതൊക്കെ കണ്ടിട്ട് നല്ല കുട്ടിയായിരിക്കും എന്ന് കരുതി തന്നെയാണ് നമ്മൾ വിളിച്ചത്. എന്തായാലും നല്ല കുട്ടിയായിരുന്നു. അത് ഒരു കാഴ്ചയിലോ പെർഫോമൻസിലോ മാത്രമല്ല, അതിൻ്റെ സ്വഭാവം ഇത്രയും നല്ല, നമുക്ക് ഏത് ആർട്ടിസ്റ്റിനും മാതൃകയാക്കാം. ഒരു തരത്തിലും സെറ്റിലൊരു അലോസരം ഉണ്ടാക്കാതെ തനിക്ക് കിട്ടുന്ന ഡയലോഗുകൾ ഭംഗിയായി പഠിച്ച് എത്രത്തോളം തൻ്റെ കഴിവിന് പരമാവധി പെർഫോം ചെയ്യാൻ പറ്റും അതുപോലെ പെർഫോം ചെയ്ത് ഒരു ശല്യവും പ്രൊഡക്ഷനോ ഡയറക്ഷൻ സൈഡിലോ ഒരു ശല്യവും ചെയ്യാത്ത ഒരു നല്ല കുട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു നല്ല ഒരു ആർട്ടിസ്റ്റിനെ, ഒരു നല്ല സ്ത്രീയെ
മലയാള സിനിമയ്ക്ക് കിട്ടിയത് ഞാനൊരു കാരണമായതിൽ സന്തോഷമുണ്ട്. സാർ 100%. കാരണം തമിഴിൽ പോയി എടുത്താലും സാറ് കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു പൊൻമുത്തിനെയാണെന്നാണ് സാറ് പറയുന്നത് അല്ലേ? ഓക്കെ. എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകരായ ഞങ്ങൾക്ക് വേണ്ടി മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് സാറ് ചെയ്യും? ഞാൻ ലാലേട്ടന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ 1-2 സബ്ജക്റ്റുകൾ ആലോചിച്ചതാണ്. അതിലൊരു സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ ഈ 2 സബ്ജക്റ്റുകൾ എന്തോ ഒത്തു വന്നില്ല. അതിപ്പോൾ പിന്നെ സബ്ജക്റ്റ് കുഴപ്പമായിട്ടോ എഴുത്ത് കുഴപ്പമായിട്ടോ അല്ല, എന്തോ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഞാൻ പിന്നെ ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ സിനിമകൾ ചെയ്യണമെന്നല്ല ഒരു സംവിധായകൻ എന്നുള്ളത് എൻ്റെ ഒക്കെ ജനറേഷനിൽ വന്നൊരു സംവിധായകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതൊരു ബാലൻസായിട്ട് ഒരാഗ്രഹം സാധിച്ചു. കാരണം നമുക്ക് വെച്ച 3 സിനിമകൾ ചെയ്തു, ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്തിട്ട് ഒരാഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് നന്നായി കാണാപ്പാടം അറിയാവുന്ന നടന്മാരിൽപ്പെട്ട ഒരു നടനാണെന്ന് തോന്നുന്നു ലാലേട്ടൻ. കാരണം ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹം പോലും കണ്ടിട്ട് കാണാത്ത സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അപ്പോൾ ഒരു പടം വരും, ഞങ്ങൾ തമ്മിലൊരു പടം ചെയ്യും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ലേറ്റാக വന്നാലും ലേറ്റസ്റ്റാக വരും. ലേറ്റ് ആകുമ്പോൾ സ്റ്റൈലാണ് വരും. അതാണ് സാറ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം ജോണി ആൻ്റണി സാറും ലാലേട്ടനും ഒരു കൂട്ടുകെട്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം, താമസിക്കാതെ തന്നെ. അത് എത്രത്തോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീളും എന്നുള്ളതിനെ പ്രശ്നമുള്ളൂ. എന്നാലും ഞങ്ങൾ സാറിൻ്റെ വാക്കിൽ വിശ്വസിച്ച് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ബിജു മേനോൻ കുഞ്ചാക്കോ കൂട്ടുകെട്ട് ആദ്യം തന്നെ ഈ കഥയിൽ മെയിനായിട്ട് വന്നായിരുന്നു? താരമായിട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടാണോ അതോ ആദ്യമേ തന്നെ ഒരു കഥാ സന്ദർഭം ഇങ്ങനെ വന്ന് ഒരു ക്യാരക്ടേഴ്സ് രൂപപ്പെട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ ജോഡി തന്നെ ആക്കാം എന്നുള്ള ബെനിഫായുടെ ഭാഗത്തുനിന്നുള്ളൊരു തീരുമാനമായിരുന്നു. കിട്ടുകയാണ് നല്ലതാണല്ലോ, ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നസ് ഉണ്ടാവുമല്ലോ എന്ന് കരുതും. ഓക്കെ. അത് കാരണം അതൊരു വിജയത്തിൻ്റെ പിന്തുടർന്നവരായിട്ട് വരുന്നതായിട്ട് ആൾക്കാർ പറയുമ്പോൾ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ബിക്കോസ് പക്ഷേ അതൊരു തരത്തിൽ നമുക്ക് ആ പേടിയുണ്ടെങ്കിൽ അതൊരു തരത്തിൽ ഒരു പ്ലസ്സും അല്ലേ. കാരണം ആ പ്രതീക്ഷയിൽ നമുക്കൊരു ആളുകൾക്ക് പടത്തോടൊരു അറ്റൻഷൻ തോണ്ടാവും. പിന്നെ ബിസിനസ് പരമായി നമുക്ക് നല്ലതാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നതിന് നല്ലത് അതിൻ്റെ നന്മയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ സിനിമയെ നോക്കുന്നതിന് കൂടെ തന്നെ ബിസിനസ്സും സാർ നോക്കാറുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമാണ്. നമ്മളെ വിശ്വസിച്ച്, അതായത് നമുക്കറിയാം 1-2 ജനറേഷന് സുഖമായി അനുഭവിക്കാവുന്ന ഒരു സമ്പത്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നിർമ്മാതാവ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പൈസ തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. സത്യം. അല്ലെങ്കിൽ നമുക്ക് പറയാം സിനിമ എടുത്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ നിർമ്മാതാവിന് പൈസ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാനോ ആരായാലും ശരി, തിയേറ്ററിൽ പിന്നെ പടം വന്നു, ഭയങ്കര പുരസ്കാരങ്ങൾ കിട്ടി, പന്തം നേടി, നിർമ്മാതാവിന് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്ത് പുരസ്കാരം കിട്ടിയിട്ട് കാര്യമില്ല. നിർമ്മാതാവ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്കി. ഓക്കെ, നല്ല കാര്യം. സാർ ഇനിയുള്ള പ്രോജക്ട്സ് ഏതാണ് അടുത്ത് വരാൻ പോകുന്നത്? ഞാൻ മമ്മൂക്കയെ വെച്ച് തന്നെ ഒരു പടമാണ്. മമ്മൂക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥ, മമ്മൂക്കയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതായത് നമ്മളെ ഈ ഡാൻസ് ബാറിലെ ബൗൺസർ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ബൗൺസേഴ്സ് ഉള്ള ഡാൻസ് ബാറിലെ ഒരു ബൗൺസർ, നമ്മൾ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. രസകരമായ കഥാപാത്രമാണ്, അതിൻ്റെതായ ഫണ്ണും. എന്തായാലും മമ്മൂക്കയെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില നല്ല തമാശകൾ, അങ്ങനെ മുഹൂർത്തങ്ങളും, പക്ഷേ നല്ലൊരു കഥയും നല്ലൊരു കഥാഗതിയും കഥാവളർച്ചയും ഒക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പ്രൊജക്റ്റാണ്. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം നടക്കും. ഈ ഒരു വർഷം ഗ്യാപ്പ് എങ്ങനെയാണ് സാർ വരുന്നത്? ഒന്നല്ല, ചിലപ്പോൾ അതിലും കൂടാം സാർ പടത്തിന് ഇത്ര ഗ്യാപ്പ് വരുന്നത്. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഒരുപാട് കഥകൾ കണ്ടുവയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ, ഏപ്രിൽ മുതൽ ഇന്ന ആർട്ടിസ്റ്റ് ഡേറ്റ്, അങ്ങനത്തെ ഒരു ലെവലിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. ഒരു സിനിമ കഴിഞ്ഞ് അതിനെ മാക്സിമം പ്രൊമോഷനോടെ കഴിഞ്ഞ് തിയേറ്ററിൽ മാക്സിമം മെയിൻ സ്റ്റേഷൻ വരെ ഓടുന്നത് വരെയെങ്കിൽ അതിനോടൊപ്പം നിന്ന് അടുത്ത പടത്തിലേക്ക് കിടക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ ചാർട്ട് ചെയ്തോ ഞാൻ ചാർട്ട് ചെയ്തോ ഇവിടെ ഒരു പ്രൊജക്റ്റുകളും നടക്കുന്നില്ല. ഇതൊക്കെ ഒരു പടം കഴിയുമ്പോൾ നമ്മൾ തന്നെ ശ്രമിച്ച് അടുത്ത പ്രൊജക്റ്റ് ഉണ്ടാക്കി ചെയ്യുന്നതാണ്. പിന്നെ സ്ട്രഗിൾ ചെയ്ത് തന്നെ പ്രൊജക്റ്റ് ഉണ്ടാക്കി നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും 100%. ഇനിയിപ്പം ഈ ഒരു ബയ്യ പടത്തിനെ കുറിച്ച് സാറിന് പ്രേക്ഷകരോടായിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, അതായത് നമ്മൾ ഓണക്കാലമാണ്, അവധിക്കാലമാണ്. നമുക്കറിയാം, ഒരു സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടി രസിക്കുക എന്നുള്ളത്. രസിച്ചൊരു നല്ല കഥ പറഞ്ഞ് നല്ല കഥ കേട്ട് നമ്മൾ മടങ്ങിപ്പോകുന്നു. അതിലെ തമാശകൾ വീണ്ടും നമ്മൾ ഓർക്കുന്നു, അതിലെ മുഹൂർത്തങ്ങൾ വീണ്ടും നമ്മൾ ഓർക്കുന്നു. അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സിനിമയാണ് ബയ്യ. കുടുംബമായി നമുക്കറിയാം, നമ്മൾ തിയേറ്ററിൽ പോയി ഞാൻ, വൈഫ്, ഇപ്പം പേരൻസ്, കുട്ടികൾ, സിസ്റ്റേഴ്സ് എല്ലാവരുടെയും നിന്ന് കാണാൻ പറ്റിയ സിനിമ, എല്ലാവർക്കും ചിരിക്കാൻ പറ്റിയ സിനിമ. പിന്നെ അശ്ലീലങ്ങളില്ല, ഒരുപാട് വയലൻസ് ഇല്ല.
എല്ലാവർക്കും കുടുംബമായിരുന്ന് കാണാവുന്ന, കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു സിനിമ. എന്തായാലും കുടുംബ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ നല്ല പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്നെ എന്നും അനുഗ്രഹിച്ചിട്ടുള്ള, സ്വീകരിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പയ്യെയും ഒരു വലിയ വിജയമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഓക്കെ, അപ്പം എല്ലാവരും പോയി പടം കാണണം. ചിരിക്കാൻ ആഗ്രഹമുള്ളവർ, ചിരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരും കാണില്ല. ചിരിക്കാൻ ആഗ്രഹമുള്ളവർ മസ്റ്റായിട്ട് പോയി പടം കണ്ടിരിക്കണം. കണ്ടവർ വീണ്ടും പോയി കാണണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഹിറ്റുകൾ ഇതുപോലെ ഉണ്ടാവട്ടെ. എല്ലാ ഭാഗങ്ങളും വരുന്നു. ബയ്യ ചിത്രം ഈ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാക്കിയാണ് ഈ പടം കാണണം എന്നുള്ള ആഗ്രഹം എന്തായാലും തോന്നിയിട്ടുണ്ടാവും. മസ്റ്റായിട്ട് എല്ലാവരും പോയി കാണണം. നല്ലപോലെ ചിരിച്ച് എല്ലാവരെയും, മക്കളെയും അപ്പനെയും അമ്മമാരും എല്ലാവരും വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ പടത്തിന് പോയി കാണും. എന്തായാലും ഒരിക്കലും ഒരാളും കുറ്റം പറയില്ല പടത്തിനെ. അത്രമാത്രം ചിരിക്കാൻ കാരണം ഞാൻ ഈ പടം കണ്ട് ചിരിച്ച് മണ്ണ് തപ്പിയ ആളാണ്. എന്തായാലും എല്ലാവരും പടം പോയി കാണാൻ, പടത്തിന് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുക. അപ്പം അടുത്ത ആഴ്ച വേറെ കുറേ വിശേഷങ്ങളുമായി വീണ്ടും എത്തും ഞാൻ. അതുവരേക്കും